ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാലിക്കറ്റ് പോയതായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ ഒരു 8:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകും വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾക്ക് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണമെന്ന്. അങ്ങനെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പോകും വഴിക്ക് കോട്ടക്കൽ സൺ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. എന്തെങ്കിലും കഴിക്കാമല്ലോ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലാണ്. പൊറാട്ടയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് പൊറാട്ടയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കറിയായിട്ട് എന്തോ ഒരു കറിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്, ചിക്കൻ്റെ ഐറ്റംസിൻ്റെ. എനിക്ക് പേര് ഓർമ്മയില്ല. പിന്നെ അതാ ഒരു ഫിഷ് കറിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ്. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ കോഫിയും ചായയും അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് കോഴിക്കോട് എത്തേണ്ടത് ഒരു 9:30 ആകുമ്പോൾ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഞ്ചിനീയർ. കാരണം എന്താ വെച്ചാൽ നേരത്തെ പോയെങ്കിലാണ് കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ എത്താൻ ഒരുപാട് ലേറ്റായി. ലൊക്കേഷൻ വിട്ടിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ലൊക്കേഷൻ നോക്കി നോക്കി ലാസ്റ്റ് ഒരു കുന്നുമുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഷോപ്പിലെത്താൻ. കാരണം ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്താന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയിട്ട് ഉച്ചയോട് കൂടിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ ബിനോയ് മാർബിൾസ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിലുള്ളൊരു മാർബിൾ സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ടൈൽസും പിന്നെ അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ടാപ്സ് പിന്നെ ബേസിന് കാര്യങ്ങൾ അതെല്ലാം കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളിതാ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കലായിരുന്നു. എഞ്ചിനീയർ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഉച്ചയോട് കൂടിയിട്ടല്ല ഇവിടെ എത്തിയത്. ആളാകെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ ടൈൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യലാണ് കേട്ടോ.
അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ടോയ്ലറ്റിലേക്കുള്ള ടൈൽസുകൾ, കൗണ്ടർ ടോപ്പ്, അതേപോലെ തന്നെ ടാപ്സ്, ബേസിന്, അങ്ങനെ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഏകദേശം ഐഡിയയിലൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ടൈം 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ എഞ്ചിനീയർ ആളുടെ വീട് ഇവിടെ കാലിക്കറ്റിൽ തന്നെയാണ് കേട്ടോ. 2-3 റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ആ സമയത്താകുമ്പോഴേക്കും ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ റഹ്മത്ത് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഇതാ ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറൻ്റാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ വന്നതായിരുന്നു. ഇവിടെയും വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിനീയർ ഓൾറെഡി ഇതിലേക്ക് വിളിച്ച് എന്താ പറയുക ബുക്ക് ചെയ്ത കാരണം നമുക്ക് വലിയ സീൻ ഉണ്ടായില്ല. അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളിവിടെ വന്ന് ഫുഡെല്ലാം ഓർഡറാക്കി, ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ അതെല്ലാം കൂടിയിട്ട് ഓർഡറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ അതാ ലെയിമും കാര്യങ്ങളൊക്കെ കുടിക്കലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് നേരെ പോവേണ്ടത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൻ്റെതും ബെഡ്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്ററുണ്ട്, അവിടേക്കാണ് കേട്ടോ പോവേണ്ടിയുണ്ടായിരുന്നത്. അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ച് അവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ട്രാഫിക്കിൽ പെട്ടിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴായാലും അതെ കാലിക്കറ്റിൽ നിന്നായാലും ആ ഒരു കാര്യത്തിൽ ഭയങ്കര പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ ലോങ്ങിലായിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങോട്ട് നടക്കലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവലായിരുന്നേ. എന്താ പറയുക, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരലാണ്, നമുക്ക് ഐഡിയാസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരലായിരുന്നു കേട്ടോ. ഞാനിത് അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫോട്ടോസ് വീഡിയോസൊന്നും ഇതിൽ അലൗഡ് അല്ല, പറ്റുന്ന പോലെയൊക്കെ ഞാൻ അതിൽ എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
ഓൾമോസ്റ്റ് എല്ലാം കണ്ട് ഏകദേശം ഐഡിയ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് വേണ്ടത്, അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ്, പിന്നെ റൂം, നമ്മളെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, അതൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക, എന്തൊക്കെ മെറ്റീരിയലാണ് ചെയ്യേണ്ടത്. അവിടെ ഇപ്പോൾ ഈ കാണിച്ചതൊക്കെ ഏകദേശം അത്യാവശ്യം കോസ്റ്റാണ് കേട്ടോ, കോസ്റ്റ്ലിയാണ്. പക്ഷെ നമുക്ക് അതിന് അനുസരിച്ചിട്ട് കുറച്ചിട്ടും കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഐഡിയാസൊക്കെ കാണിച്ചു തരില്ലായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എഞ്ചിനീയർ ഞങ്ങൾ കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ച്. പിന്നെ ആളുടെ നാടല്ലേ, അപ്പോൾ അതിൻ്റെതായ ക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാഷാല്ലാ അടിപൊളിയായിരുന്നു. പിന്നെ അത് വരും വഴിക്ക് ഞങ്ങൾ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച കാരണം വിശക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജ്യൂസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ജ്യൂസ് കുടിക്കാണ്ട് കയറിയതായിരുന്നു. മാംഗോ ഷേക്ക്, അതേപോലെ തന്നെ അനാറിൻ്റെ ജ്യൂസ്, അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് പോകലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.